അത് നമ്മുടെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഡെലിവറി ഡേ ആണ്. അപ്പോൾ എനിക്കവർ യൂണിഫോമൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇട്ടിട്ട് രാവിലെ വന്ന് കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ബ്ലഡൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയി കുളിക്കണം. കുളിച്ചിപ്പോൾ മണി 5 മണി കഴിഞ്ഞു. 5:30-ക്കുള്ളിൽ കുളിച്ച് റെഡിയായി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കുളിക്കാൻ പോകുന്നു. കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്നിട്ട് കാണാം. നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് ടെൻഷനില്ലത്, നല്ല ടെൻഷനുണ്ട്. ഉള്ളിൽ പെടയുകയാണ്. ഒരു പ്രളയം നടക്കും. ഇവിടെ ചെറിയ സൗണ്ടിലേക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അങ്ങനെ അലൗഡായിട്ടൊന്നും പറയുന്നില്ല ഫോണിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പറയാനുള്ള ആരോഗ്യം പോലും ഇല്ല. അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ്. അപ്പോൾ എല്ലാവരും കണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്യുക. ഒരുങ്ങിയിട്ട് പുതിയവണ്ണം ഒരുങ്ങിയിട്ട് വരും. അപ്പോൾ അതേ ഗൈസ് കുളിച്ചത് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. മുടിയൊക്കെ 2 സൈഡിലോട്ട് പിന്നിക്കെട്ടാനൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അവർ. ഇപ്പോൾ ട്രിപ്പൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ അതിന് മുന്നേ ഒരുങ്ങിയത് കണ്ട യൂണിഫോറൊക്കെ ഇട്ട് നിൽപ്പുണ്ട്. വല്ലതും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല, മനസ്സിൽ ടെൻഷൻ മാത്രം. അപ്പോൾ ഇനി എന്തായാലും അടുത്ത രംഗം കാണിച്ചു തരാം. ഇനി അടുത്ത ക്ലിപ്പ് എടുത്തു. നിനക്കൊന്നും പറയാനില്ലല്ലോ, ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ അത് ഡോക്ടർമാർ വന്ന് കയ്യിൽ ട്രിപ്പൊക്കെ ഇട്ടിട്ട് പോയി. അതേ കണക്ക് തന്നെ അതേ ട്യൂബൊക്കെ ഇട്ട് ഇച്ചിരി മുട്ടക്കാട്ടം സൂചിയൊക്കെ കുത്തി കയറ്റിയിട്ട് പോയി. ഇവിടെയും ഈ ധൈര്യം ഞാൻ ചാൾസ് ശോഭരാജിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ ഒരു ധൈര്യം അതേ തൊപ്പിയൊക്കെ കൊണ്ടുപോകുന്ന വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊണ്ടുപോകുന്നു. അപ്പോൾ അത് ജച്ചാനോ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകാനായിട്ട് നേഴ്സന്മാരൊക്കെ വന്ന് അവിടെ നിൽപ്പുണ്ട്. ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ എൻ്റെ നെഞ്ച് നല്ലതുപോലെ പെടയുന്നുണ്ട്. പക്ഷേ ഞാനിത് പുറത്ത് കാണിക്കത്തില്ല. അവൾക്കൊരു ധൈര്യം കൊടുക്കേണ്ടത് ഞാനല്ല. അതുകൊണ്ട് ഞാനൊരു ധൈര്യത്തിൽ തന്നെ നിന്ന് നേരെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പുറത്തിരുന്ന് അടിച്ച ടെൻഷൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നേ വരെ അടിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നേഴ്സ് ആ സന്തോഷ വാർത്തയുമായിട്ട് വന്നത്, ജസ്ന ഷിഹാബ്. അപ്പം ഞാൻ ഓടി അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും നേഴ്സ് പറഞ്ഞത് ജസ്ന പ്രസവിച്ചു, ആൺകുട്ടിയാണ്, അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. ആ ഒരു വാക്ക് കേട്ടപ്പോഴാണ് എൻ്റെ മനസ്സൊന്ന് നിറഞ്ഞത്. എനിക്ക് ആ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുക്ക് ലേബർ റൂമിൻ്റെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ വന്നപ്പോഴത്തേക്കും സൽമാനും ജഹാസും വല്ലായും ദുആയും അൻസിലും പിന്നെ ഇർഫാനാണ് ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഞാൻ ലേബർ റൂമിൻ്റെ വാതിക്കൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പം നേഴ്സ് എന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞത് ഇവിടെ വെയിറ്റ് ചെയ്തു, ഇപ്പം കുട്ടിയായിട്ട് വരും. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാനും എൻ്റെ കൂടെയുള്ള എല്ലാവരും കൂടെ കാത്തിരിക്കുകയായിരുന്നു എൻ്റെ ആ കുട്ടി രാജകുമാരനെ കാണാനായിട്ട്. ഇവിടെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിലും പക്ഷേ എൻ്റെ മനസ്സ് ഫുള്ളിൽ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ജച്ചാനെ കുറിച്ചാണ്. അവിടെ എന്തായിരിക്കും അവളുടെ സിറ്റുവേഷൻ, അവൾ എങ്ങനെ കിടക്കുമായിരിക്കും, എന്തായിരിക്കും അവളുടെ ഉള്ളിലുള്ള വിഷമം, അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ കുഞ്ഞു രാജകുമാരനെയും കൊണ്ട് സിസ്റ്റർ പുറത്തോട്ട് വന്നിട്ടുണ്ട്.
അടിയിലോട്ട് വിട്ട് തരും, ഞാൻ അവളുടെ അടുത്തോട്ട് വിട്ട് തരാം. അങ്ങനെ ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അങ്ങോട്ട് ചെല്ലാൻ. അങ്ങനെ ഞാൻ നേരെ ഓടി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അങ്ങോട്ട്, എന്താ സംഭവം എന്ന് അറിയത്തില്ല. അങ്ങനെ സെക്യൂരിറ്റി അകത്തോട്ടേക്ക് കയറിപ്പോയി. അങ്ങനെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്തോട്ട് ചെന്നപ്പോൾ ജഡ്ജ ഓപ്പറേഷനൊക്കെ ചെയ്ത് ഇങ്ങനെ വിഷമിച്ച് കിടക്കുകയായിരുന്നു. ഞാനവിടെ പോയി കുറച്ച് ധൈര്യമൊക്കെ കൊടുത്ത് ഞാൻ അതിനകത്തോട്ട് കയറിയപ്പോൾ ശരിക്കും പൊട്ടി നിൽക്കുകയായിരുന്നു. പക്ഷേ ഞാനത് പുറമേ കാണിച്ചില്ല. അങ്ങനെ ജച്ചാനെ പുറത്തോട്ട് ഇറക്കി നേരെ ലേബർ റൂമിലോട്ട് പോകുകയാണ്. ഒരു 24 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ലേബർ റൂമിൽ നിന്ന് ഇറക്കത്തുള്ളൂ. അങ്ങനെ ലേബർ റൂമിനകത്തോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നേരെ ലേബർ റൂമിനകത്തോട്ട് കയറ്റിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ കാറിലോട്ട് വന്നിരിക്കുമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഓടി വയ്യ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ജച്ചാക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു, കൊച്ചിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു. പിന്നെ 24 മണിക്കൂർ ഒബ്സർവേഷനിലൊക്കെ വെച്ചിട്ടേ അവരിനി ഇറക്കത്തുള്ളൂ. കണ്ടായിരുന്നു രണ്ടുപേരും ഓക്കെ ആയിട്ടിരിക്കുവാണ്. അപ്പം ജച്ചാനെ നാളെ ഇറക്കത്തുള്ളൂ. അപ്പോൾ കൊച്ചും അവർ കൂടെ തന്നെ നിൽക്കട്ടെ എന്ന് ഓർത്ത്. ഡോക്ടർ പറഞ്ഞ കൊച്ചും അവിടെ തന്നെ ഇരിക്കുന്നതെന്നല്ലേ, കുഴപ്പമില്ല. അപ്പം നാളെ രാവിലെ, ഇന്ന് ഓപ്പറേഷൻ സിസേറിയനായിരുന്നു, അപ്പോൾ ആ സമയത്ത് തന്നെ നാളെ ആ സമയത്ത് ഇറക്കും. അപ്പോൾ അതേപോലെ തന്നെ നാളെ രാവിലെ ഞാനിപ്പോൾ പോയിട്ട്, ഇപ്പം കുറച്ച് മുന്നേ പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തോളൂ. ഇവിടെ ഭയങ്കര മഴയായിരുന്നു, അപ്പം എനിക്ക് വീഡിയോ എടുക്കാനുള്ള സിറ്റുവേഷനും ഇല്ലായിരുന്നു. ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കാറിൽ വന്നിരുന്ന വീഡിയോ എടുക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇറക്കത്തുള്ളൂ. നാളെ ആ സമയത്ത് ഇറക്കും. രാവിലെ 6:30 സന്ദർശനമുണ്ട്. ഇപ്പോൾ രാവിലെ 6:30 പോയാൽ കാണാൻ പറ്റും. അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണൊന്നും എടുക്കാൻ പറ്റത്തില്ല. അവർ പറഞ്ഞു ഫോൺ അലൗഡല്ല. എന്നിട്ടും 2-3 ക്ലിപ്പൊക്കെ എടുക്കാനായിട്ട് സമ്മതിച്ച്. അതൊക്കെ ഞാൻ ഫ്രണ്ടിൽ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഞാൻ ഇനി നാളെ ഇതിൻ്റെ ബാക്കിയായിട്ട് വീഡിയോ എടുക്കത്തുള്ളൂ. ജച്ച വന്നിട്ട് ബാക്കി എടുക്കാം. അല്ലാണ്ട് ഞാനിപ്പോൾ എന്ത് പറയാനും ഒറ്റയ്ക്കിരുന്നു. അപ്പം നമുക്ക് നാളെ കാണാം. ഇതിൻ്റെ ഇടയ്ക്ക് വല്ല വിശേഷങ്ങളുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇട്ട് അറിയിക്കാം. ഓക്കെ, മോർണിംഗ്. രാവിലെ ആയിട്ടാണ്. 8 മണിയായിട്ടുണ്ട്. രാവിലെ ഞാൻ പോയി കണ്ടായിരുന്നു. രാവിലെ ഒരു വെളുപ്പിന് ഒരു 5-6 മണിയപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി കണ്ടു. കുഴപ്പമൊന്നുമില്ല, രണ്ടുപേരും ഓക്കെ ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഈ അപ്പുറത്തെ ആളുണ്ട്, അത് ഉച്ചത്തി സംസാരിക്കാത്ത. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ അങ്ങോട്ടേക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവർ രണ്ടുപേരും ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പം നല്ല അടിപൊളിയായിട്ട് ബാക്കി വീഡിയോകൾ എടുക്കാൻ പറ്റും. വയ്യ. അപ്പോൾ ഞാൻ രാവിലെ കുളിച്ചൊരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ ആരും ഇല്ല ഓടാൻ, ഞാൻ തന്നെ ഓടാണ്. അപ്പം ഞാൻ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അത് മേടിക്കാൻ പോകുന്ന വഴിക്കാണ്. അത് മേടിക്കാൻ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് കുറച്ച് നടത്തമുണ്ട് കേട്ടോ. രണ്ടാമത്തെ വേറൊരു ബ്ലോക്കിൽ കയറിയിട്ട് ലിഫ്റ്റ് വഴി കയറി വീണ്ടും കറങ്ങിയും തിരിഞ്ഞൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോം തരാൻ വേണ്ടി വിളിച്ചായിരുന്നു. എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ആ ഫോം കിട്ടിയിട്ടുണ്ട്. അത് മേടിച്ച് ഇനി ഇതൊക്കെ പൂരിപ്പിച്ച് കൊണ്ട് കൊടുക്കണം. ഇതൊക്കെ പൂരിപ്പിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ. പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് ജച്ചാക്കും കുട്ടിക്കും ഒരു കുഴപ്പമില്ല. അത് ജച്ചാന പുറത്തോട്ട് ഇറക്കുകയാണ്. ഞാൻ രാവിലെ തൊട്ട് തന്നെ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ വെളുപ്പിനെയും തലങ്ങിനും വിലങ്ങിനൊക്കെ വന്ന് നോക്കിയപ്പോൾ എന്നെ സെക്യൂരിറ്റി അവിടെ നോട്ടിച്ചൊക്കെ വിട്ടായിരുന്നു. അങ്ങനെ ജച്ചാനെ പുറത്തോട്ട് ഇറക്കി ലിഫ്റ്റിൽ കയറ്റിയിട്ട് നേരെ റൂമിലോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ റൂമിൽ ചെന്നിട്ട് പതിയെ ഇനി കട്ടലിലോട്ടൊക്കെ കയറ്റിയിരുത്തണം. ഞാൻ അങ്ങനെ നേരെ കട്ടിലൊക്കെ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ കട്ടിലൊന്ന് മടക്കി കൊടുക്കാൻ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ചാരിയൊക്കെ ഇരുത്തിക്കോ, കിടക്കുന്ന കട്ടിൽ ചാരി കിടത്തിയേക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വയ്യ എൻ്റെ പൊന്നളെ. ഒരു 5-6 വർഷത്തേക്ക് 5-6 വർഷത്തേക്ക് 5 എണ്ണം കൂടെ വേണം. എന്തോ അടി ഇത് നീ കൊണ്ട് വരുക കേട്ടോ ഷിയ. ബേബി അപ്പോൾ അതേ കൊച്ചിന് പോയി മേടിച്ചായിരുന്നു. എന്നെ വിളിച്ചായിരുന്നു ജച്ചാനെ കൊണ്ടുവന്നതിന് ശേഷം. അപ്പോൾ എനിക്ക് രണ്ടും കൂടെ പറ്റത്തില്ല, കൊച്ചിനെ എടുക്കാനും വീഡിയോ എടുക്കാനും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് എടുക്കുകയാണ്. ഇതാണ് ബേബി ബോയ്, കലിപ്പൻ ബേബേ. കലിപ്പൻ കട്ടക്കലിപ്പൻ. നമ്മുടെ കലിപ്പിൻ്റെ ഇടയിലോട്ട് വേറൊരു കലിപ്പും കൂടി.
ഫാമിലി സെറ്റപ്പ് ഒന്നും അത്ര പോരല്ലോ. വ്ളോഗറാണ് മോനെ. അതെന്താ സാധനം? എന്താ ഇവിടെ നടക്കുന്നത്? ബെഡൊക്കെ സെറ്റ് ചെയ്താണ്. നമ്മൾ ബോയ് ബേബി ആണെങ്കിലും നമ്മൾ പിങ്കാണ് യൂസ് ചെയ്യുന്നത്. എല്ലാം പിങ്കാണ് കേട്ടോ, ഫുൾ പിങ്ക്. ഇത് ഇവിടെ താഴെ കൂടാതെ ഇതെന്താ ഇഷ്ടം പോലെ. ആ ഉടുപ്പ് മാറ്റി എവിടെയെങ്കിലും വെച്ചാൽ ഉണ്ടോ, ഫുൾ പിങ്ക് മയമാണ്. പിങ്ക് മയം ഇതാ നമ്മുടെ സാധനം. ബെഡൊക്കെ സെറ്റാക്കി കൊച്ചിനകത്തോട്ട് കിടത്താൻ പോവുകയാണ്. ഇതേ അങ്ങനെ നമ്മുടെ ബേബിയുടെ ആദ്യത്തെ സിഗ്നേച്ചർ, അത് അവൻ്റെ കാൽപാദം പതിച്ച ഒരു സിഗ്നേച്ചറാണ്. അവൻ വളർന്നു വലുതാകുമ്പം അവൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇതിരിക്കട്ടെ, എൻ്റെ ഒരു സമ്മാനമായിട്ട്. ഇതേ അവൻ്റെ മമ്മയുടെ ചൂടും പറ്റിയത് ഇങ്ങനെ കിടക്കുകയാണ്. എന്ത് രസമുള്ളൊരു കാഴ്ചയാണല്ലേ ഇത്. അപ്പോൾ അതേ ബേബി ഇവിടെ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ അത് ഇവിടെ ഒരാൾ ഫുഡ് കഴിക്കുന്നു, കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട്. കഞ്ഞി കൊടുക്കാൻ 4 മണിയായപ്പോഴാണ് കഞ്ഞി കുടിക്കുന്നത്. നീ ഇറങ്ങാൻ താമസിച്ചില്ല, അതുകൊണ്ടാണ്. അത് ഭയങ്കര സെറ്റപ്പൊക്കെ, കാലിൻ്റെ പുറത്ത് കാലൊക്കെ കയറ്റി വെച്ച് കണ്ട. അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇങ്ങനെ കിടക്കാൻ പറ്റത്തുള്ളൂ. ബെഡൊക്കെ ഇങ്ങനെ താത്തി വെച്ചിട്ട്. ഹോസ്പിറ്റലിലെ കാര്യമൊക്കെ പറയണേ പക്കയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന സാധനം നമ്മുടെ അടുത്തെത്തും. ബേബി കഞ്ഞി ഇത്രയും ഞാൻ കുടിച്ചു, ഇത്രയും വേണ്ട, വയറ് ഫുള്ളായി. അതെ ഷിയാദ് ഇവിടെ നിന്നുകൊണ്ട് കഴിക്കുവേണ്ട, ഇരുന്നാൽ ഇവിടെ ഇരുന്നാൽ എത്തുന്നില്ല. അപ്പം നൈസായിട്ട് നിന്ന് കഴിക്കുമോ. സദ്യ അവിയൽ. ബേബി അവിടെ കിടക്കുക. എങ്ങനെയുണ്ട് ഫുഡ്? നല്ല ടേസ്റ്റാണ്. കറികളൊന്നും പൊട്ടിച്ചിട്ട് പോലില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ എണീറ്റ് നടക്കണമെന്ന്, എന്നാലേ ആ മറ്റേ സ്റ്റിച്ചൊക്കെ ഇങ്ങനെ അഴയത്തുള്ളൂ. അപ്പോൾ ജെച്ചിനെ ഞാനിങ്ങനെ നടത്തുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട്. ജെച്ച പറയുന്നുണ്ടടാ എനിക്ക് തീരെ വയ്യെന്ന്. പക്ഷേ ഡോക്ടർ എൻ്റെ അടുക്കാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ പറഞ്ഞാലും നടത്തിക്കണമെന്ന്, എന്നാലല്ലേ ആ മുറിവൊക്കെ ഒന്ന് സെറ്റാകത്തുള്ളൂ. അതുകൊണ്ടാണ്. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് വിഷമമുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ സാഹചര്യം അതായി പോയില്ലേ. അപ്പോൾ അങ്ങനെ നടത്തമെല്ലാം കഴിഞ്ഞിട്ട് നമ്മളവിടെ കുറച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ സൊറ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് സമയം പോയത് അറിഞ്ഞില്ല, പെട്ടെന്നായിരുന്നു രാത്രിയായത്. അപ്പോൾ അതേ രാത്രിയായപ്പോഴും കഞ്ഞി തന്നെയാണ് കൊണ്ടുവന്നത്. സിസേറിയൻ ചെയ്തതുകൊണ്ട് കട്ടിയുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ജെച്ച കഞ്ഞി കുടിക്കുന്നത് കൊണ്ട് ഞാനും കഞ്ഞി കുടിച്ച്. ബീട്രൂട്ട് തോരൻ, നെല്ലിക്ക, അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മാത്രമായിട്ട് വേറെ എന്തെങ്കിലും മേടിച്ച് കുടിച്ചാൽ എനിക്കത് ദഹിക്കത്തില്ലല്ലോ, കാരണം നമ്മളെപ്പോഴും ഒന്നിച്ചല്ലേ കഴിക്കുന്നത്. അപ്പോൾ ജെച്ച കഞ്ഞി കുടിച്ചതുകൊണ്ട് ജെച്ച കുടിച്ചതിൻ്റെ പകുതി കഞ്ഞി ഞാനും കുടിച്ച്. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് കഞ്ഞിയൊക്കെ കുടിച്ച് നമ്മളിങ്ങനെ ഒരേ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെ ഉറങ്ങിയില്ല. എന്താ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുണ്ടുമണി നമ്മൾ അടുത്ത് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിനി ഉറക്കമില്ലാത്ത രാത്രികളാണ് ഗൈസ്. അപ്പം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇനി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഇനി പുറകെ വരാനും ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത്
നമ്മളെ കൂടെ തന്നെ കാണണം. നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെല്ലാവരും കൂടെ കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക. ബൈ. ഇവനാണ് നമ്മുടെ കുഞ്ഞു രാജകുമാരൻ. ഇനിയുള്ള നമ്മുടെ എല്ലാ വ്ളോഗ്സിലും ഇവൻ്റെ കുസൃതികളും കുറുമ്പുകളും എല്ലാം കാണും. ഇനിയാണ് നമ്മുടെ കളികൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.